നമസ്കാരം. മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഏപ്രിൽ മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലീസ് കെഡ്മി മദർ ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പൂർണ്ണമായും നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡ്മി മദർ ന്യൂസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഈ മാസത്തെ എനർജി എങ്ങനെയാണ്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 12, 3, 13, 4, 8, 9, 15, 6, 14, 6, 14, 5, 9. ഓക്കെ, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പേഴ്സ്, ഈ ഡേറ്റ്, ഈ മന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ റെസണേറ്റ് ആകും. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ ന്യൂസ് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ മാസം ഏപ്രിൽ മാസം നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതായിട്ടുള്ള ഒരു മാസമായിരിക്കും. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സിറ്റുവേഷനിലായിരിക്കാം. കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കുകയും പെരുമാറുകയും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയിലുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. പ്ലീസ് കെഡ്മി മദർ ന്യൂസ് എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ ഹാപ്പിനെസ് ആണ് വരുന്നത്. ഒരുപാട് സന്തോഷം, സെലിബ്രേഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഇതെല്ലാം ഈ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കലി മെൻ്റലി ഒരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ ചിലപ്പോൾ അലട്ടിയേക്കാം. അത് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിന് ചില ബന്ധനങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, ഈ ഒരു പുതിയ തുടക്കത്തിന് എനിക്ക് സാധിക്കില്ല, ഞാനിവിടെ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ എന്തൊക്കെയോ നെഗറ്റീവ് സിറ്റുവേഷൻ എന്നെ ബാധിച്ചിരിക്കുന്നു എന്നൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നമ്മളെ തന്നെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ തന്നെ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ ന്യൂസ് നിങ്ങളുടെ അമിത ചിന്തയെ ഈ ഏപ്രിൽ മാസത്തിൽ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ ന്യൂസ് പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു മാസമാണ്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഗ്രോത്ത് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളെ കുറേ നാളായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ചില കാര്യങ്ങൾ ഈ മാസത്തിൽ വിജയം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിട്ടിയിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് പരാജയം ഏറ്റെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് വിജയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാലറിയിലാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിൽക്കാൻ സാധിക്കാതിരുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട്. അത് ഒരു പ്രതികൂല സാഹചര്യത്തിലായിരുന്നു ഇതുവരെയും കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കത് മാനസികമായും പരാജയം സൃഷ്ടിച്ചിരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നു. 9 ഓഫ് പെൻറ്റിക്കിളാണ്. വളരെ വളരെ വലിയ ഒരു ഗ്രോത്തിന് സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് ഭാരം അനുഭവിച്ചതായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ പോസിറ്റീവായിട്ട് മാറുന്നത്. ഓക്കെ, വിട്ടുകളയാൻ സാധിക്കാത്ത വണ്ണം നിങ്ങൾ കുറേ നാളായിട്ട് അനുഭവിച്ചതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ആവശ്യമില്ലാത്ത ചില അഡിക്ഷനുകളിൽ ഈ മാസത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുക എന്ന് പ്രത്യേകം പ്രപഞ്ചം പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും. നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നതായിട്ടുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചില അഡിക്ഷൻ ആയിരിക്കാം. അത് എന്ത് അഡിക്ഷനോ ആകാം. ഇപ്പോൾ ചില വ്യക്തികളെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ചിന്തകളായിരിക്കാം. അവരെവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പറയും, അവരെനിക്ക് വേണ്ടി എന്തൊക്കെയോ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോയിരിക്കുന്നു, അവരെനിക്ക് വേണ്ടി അങ്ങനെ. അത് നമ്മളെ മനസ്സിൽ നമ്മളെ നെഗറ്റീവായിട്ടിട്ട് വലയ്ക്കും. ഓക്കെ, അവരങ്ങനെയൊന്നും ചെയ്തില്ല, അവർ ചിലപ്പോൾ ഒരു കല്യാണത്തിനായിരിക്കും പോയത്, പക്ഷേ നമ്മുടെ വിചാരം എന്താണ്, അവരെന്തൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്യാൻ പോയി. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് കാല് തട്ടി, അപ്പോൾ അവരത് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് വരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഭയം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള ക്രോധത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നതായിട്ടുള്ള ചില ദേഷ്യ സ്വഭാവത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം ഇതുവരെയും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങണം. ഈ ഒരു വ്യക്തികൾ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള
ആ ചങ്ങല എന്ന് പറയുന്നത് വളരെ ലൂസായിട്ടുള്ളൊരു ചങ്ങലയാണ്. അത് നമുക്ക് തന്നെ ഊരി മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആ അന്ധകാരത്തെ, നമ്മുടെ ദൂഷ്യമായിട്ടുള്ള ചിന്തകൾ, പ്രവൃത്തികൾ അത് റിലീസ് ചെയ്യുവാൻ നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സെയിം കാർഡിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നമ്മൾ പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ വിചാരിക്കാതെ ഒന്നും നടക്കില്ല. അതിന് ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും നിങ്ങളെ കൺട്രോൾ ചെയ്ത് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചലിപ്പിക്കേണ്ടതെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി, ക്യൂൻ ഓഫ് കപ്പും കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള ചില നിമിഷങ്ങൾ ഈ ഒരു മാസം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നാകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സമയം ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച, സാമ്പത്തിക ഗ്രോത്ത്, അഭിവൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നുണ്ട്. വിദേശത്തേക്ക് കടൽ കടന്നു പോകാനുള്ള സാഹചര്യം, വിദേശത്തൊരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഫർമേഷൻ, മാനിഫെസ്റ്റേഷൻ ഇവിടെ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സക്സസിനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ജീവിതത്തിൽ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ഒരു ഇമോഷണലായിട്ട് മാത്രം ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ രീതിയിലേക്ക് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമായിട്ട് ഏപ്രിൽ മാസം കാണുന്നുണ്ട്. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ മാസം. ഓക്കെ. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഈ വരുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷത്തെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കാരണം അതിനെ തടഞ്ഞു വെക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. ഇവിടെയും 9, ഇവിടെയും 9. ഓക്കെ. നിങ്ങൾക്ക് പ്രപഞ്ചം ആ ഒരു ബ്ലെസ്സിങ് തന്നിരിക്കുമ്പോൾ എനിക്ക് അത് പറ്റില്ല എന്ന് വിചാരിച്ച് ഇവിടെ കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഈ ഓഫർ തരുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ണ് കെട്ടിപ്പോകുന്ന അവസ്ഥ, ഒരു മറ നിങ്ങളുടെ ഇടയിൽ വരുന്നു. അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണമുണ്ടാകുന്ന ഒരു മറയാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ് കാണാതെ ആയി പോകുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് പ്രപഞ്ചം മുന്നേ കൂട്ടി പറയുകയാണ്, നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാതെ നിങ്ങളുടെ 7 ചക്രയെ നിങ്ങൾ കൂടുതൽ ആക്റ്റീവാക്കി വെക്കുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കണ്ണിനെ ഇവിടെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ കണ്ണിനെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ബന്ധനത്തിലായിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണ് എന്നാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. ഇത് പുറമേ നിന്ന് വരുന്ന യാതൊരു ശക്തിയുമല്ല, പുറമേ നിന്ന് വരുന്ന യാതൊരു വ്യക്തികളുടെയും പ്രോബ്ലംസ് അല്ല. ഇത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യവുമാണ്. ഓക്കെ. നമ്മൾ തന്നെ ആവശ്യമില്ലാത്ത വാക്കുകളോ ചിന്തകളോ നമ്മളുടെ പ്രവൃത്തികളിലോ വരുന്നതായിട്ടുള്ള തടസ്സങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ മറ്റാരെയും നമുക്ക് നേരെയാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കില്ല. തടസ്സമായിട്ട് നിൽക്കുന്ന എൻ്റെ വീട്ടിലെ അയൽക്കാരെ, അവളെ ഞാൻ നേരെയാക്കിയെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചാൽ വല്ല രക്ഷയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ഈ ജന്മം തീരുന്നത് വരെയും മറ്റൊരാളിനെ നേരെയാക്കാൻ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥയെ നേരെയാക്കുക. നമ്മുടെ സിറ്റുവേഷനെ മറ്റുള്ളവർ പറയുന്നതായിട്ടുള്ള വാക്കുകളോ പ്രവൃത്തികളോ നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് വിഷമിക്കാതിരിക്കുന്നതിന് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുക. അത്രയും സ്ട്രോങ് നമ്മളിലേക്ക് വരുമ്പോൾ മറ്റുള്ളതൊന്നും നമ്മളുടെ സറൗണ്ടിങ്ങിലേക്ക് കടന്നു വരില്ല. അപ്പം നമ്മളെ തന്നെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ബ്ലെസ്സിങ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലുണ്ട്. ഓക്കെ. ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചം നമുക്ക് വേണ്ടി നല്ല വിജയം നൽകുന്നുണ്ട്, സാമ്പത്തിക ഗ്രോത്ത് നൽകുന്നുണ്ട്, സന്തോഷം, സമാധാനം, സെലിബ്രേഷൻ ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ചിന്തകൾ കാരണം നമ്മൾ അതിനെ ബന്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും നിങ്ങളിവിടെ ചെയ്യാനില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷനിലൂടെ പോകുക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അമ്പലത്തിലായാലും പള്ളിയിലായാലും മോസ്കിലായാലും പോയി നിന്നിട്ട് നമ്മൾ അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങളവിടെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും നെഗറ്റീവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ചൈതന്യത്തിൻ്റെ മുമ്പിലോട്ടാണ് ചെല്ലുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ ആ പ്രപഞ്ച ശക്തിയുടെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാനാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുവാനല്ല നമ്മൾ പോകുന്നത്. നമ്മളിൽ ഉള്ളതായിട്ടുള്ള ആ നെഗറ്റീവ് എനർജി, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഈ കെട്ടുപാടുകളെല്ലാം അഴിക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഏത് ദൈവ ചൈതന്യമാണോ ആ ചൈതന്യത്തിൽ നിന്നുമുള്ള ഊർജ്ജത്തെ നമ്മളിലേക്ക് സ്വീകരിക്കുകയാണ്. ഇത് നമ്മുടെ റിസീവിങ് പൊസിഷനാണ്. ഓക്കെ, നമ്മളുടെ ആ റിസീവിങ് പൊസിഷൻ പവർഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വീകരണ പൊസിഷനിലേക്ക് നിന്നുകൊണ്ട് നിങ്ങൾ ആ ചൈതന്യത്തിൽ നിന്നുമുള്ള പോസിറ്റീവ് എന്നിലേക്ക് കടന്നു വരുന്നു, ഒരു ദിവ്യപ്രകാശം എന്നിലേക്ക് പാസ് ചെയ്യുന്നു. ഇത് മാത്രം വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സക്സസ്, ഓക്കെ, നമുക്ക് ഇപ്പം ഒരു ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ജോലി ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു എന്ന് ഒരിക്കലും പറയത്തില്ല. അയ്യോ ഞാനിനി എങ്ങനെ ജീവിക്കും, ആ കടം എങ്ങനെ തീർക്കും, അയ്യോ ഇനി എങ്ങനെ കഴിക്കും, എങ്ങനെ കുടിക്കും എന്നുള്ളതിനെക്കുറിച്ചും പരാതികളും വിഷമങ്ങളും മാത്രമാണ് നമ്മൾ ഓർത്ത് കരയുന്നത്. എന്നാൽ ആ ജോലി നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് എത്രയും സന്തോഷത്തിലായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത്, ആ പണം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപകരിച്ചു, താങ്ക് യു യൂണിവേഴ്സ് എന്നൊരിക്കലും നമ്മൾ ആരും തന്നെ പറയാറില്ല അല്ലേ. പക്ഷേ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് പ്രാർത്ഥിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ വ്യക്തികൾ, നമ്മളെ വേദനിപ്പിച്ചവർ, ഒരു കാലത്ത് നമുക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും അവർ കാരണം ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുമ്പോൾ നമുക്ക് വെറുപ്പും ദേഷ്യവും കൂടുകയല്ലാതെ അതിനെയൊന്ന് മാറ്റി വെച്ചിട്ട് അവരുണ്ടായിരുന്ന ഒരു നിമിഷമെങ്കിലും നമ്മൾ സന്തോഷിച്ചല്ലോ, അവർക്ക് വേണ്ടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചം ഈ കാർഡ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിങ് ഉള്ള ഒരു മാസമായിരിക്കും. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വിശ്വാസത്തോടു കൂടിയിരിക്കുക. നിങ്ങളുടെ അഡിക്ഷനുകൾ, നിങ്ങളുടെ ഭയത്തെ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്നെല്ലാം പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് വളരെ വലിയ അനുഗ്രഹത്തെയാണ്. ഒരു വിജയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്, സാമ്പത്തിക ഗ്രോത്തിനെ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു യാത്രയെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വളരെ വലിയ ഒരു സെലിബ്രേഷനെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. വിദേശ യാത്രകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ തപസ് ചെയ്തത് എന്തിനു വേണ്ടിയാണോ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്നത്, അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. തീർച്ചയാണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഉള്ളതിനോട് നന്ദി പറയുക. ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായി കരയുന്നതിലും നല്ലത് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ നിമിഷത്തിനും നിങ്ങൾ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികമായി പ്രപഞ്ചം നിങ്ങൾക്ക് ബ്ലെസ്സിങ് നൽകുന്നതായിരിക്കും. നമുക്ക് ഈ മാസം, ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ മെസ്സേജ് വെച്ച് നിങ്ങൾ എന്നും വിഷ്വലൈസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് കടന്നു വരും. ഓക്കെ, ഈ മാസം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, എന്ത് മെസ്സേജാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ്, ഇത് ഫസ്റ്റ് കാർഡാണ്. ഈ കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളൊരു വഴിത്തിരിവിലാണ്. ആ വഴിത്തിരിവിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഇൻഡ്യൂഷൻ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളോ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് തന്ന് നിങ്ങളെ ഏറ്റവും കൃത്യമായിട്ടുള്ള പാതയിൽ നിങ്ങളെ നയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരും എന്നാണ് ഇവിടെ പറയുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് അത്. നിങ്ങൾക്ക് വളരെ സാമ്പത്തിക ഗ്രോത്തും അഭിമാനവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റും തരുന്ന രീതിയിലുള്ള ഒരു ഇൻഡ്യൂഷൻ പവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു നല്ലൊരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോ പ്രവർത്തിക്കുന്നതായിരിക്കും എന്നാണ് പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഉള്ളതിനോട് നന്ദി പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രപഞ്ചത്തോട് ഉള്ളതിനോട് നന്ദി പറയുക. ഇവിടെ ഒരുപാട് സാമ്പത്തിക ഗ്രോത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഇതും ഒരു പണത്തിൻ്റെ സേവിങ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അത് നിങ്ങൾ ഉള്ളതിനോട് നന്ദി പറയുക. നിങ്ങൾ ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും പ്രപഞ്ചത്തോട് ഒന്നും നന്ദി പറയാതെ നമ്മൾ പരാതികൾ മാത്രം പറഞ്ഞിരുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിരുന്നെങ്കിൽ, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം അങ്ങനെ കിട്ടിയല്ലോ, ഇങ്ങനെ കിട്ടിയല്ലോ, എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് കഷ്ടകാലം എന്ന് വിലപിക്കുന്നതായിട്ടുള്ള വ്യക്തിയാണോ, ആ ഒരു കാരണത്താലാണ് നിങ്ങൾക്ക് ഈ സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാതിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് കവറിങ് കാണുന്നത് നിങ്ങൾ തന്നെ മൂടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് വാക്കുകൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇന്ന് നിങ്ങളത് പൊട്ടിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക
സാമ്പത്തികത്തിൻ്റെ വലിയ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ടുപേക്ഷിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഗ്രഹണം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. സക്സസിൻ്റെ ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു. ഏപ്രിൽ മാസമാണ്, 4-ാം മാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്നും എന്തും ആകർഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ അഗ്നിയാണ്, ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. കുറേ നാളായിട്ട് കാണുന്നുണ്ട് എനിക്കൊന്നും വരുന്നില്ല, അത് നിങ്ങളുടെ വിശ്വാസം പോലെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിന് ഒരു കറയും പുരട്ടാതെ നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വളരെ ലളിതമായി തന്നെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് നൽകുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം. സൂം മീറ്റിങ്ങുകളും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.